Hi friends, ഇന്നത്തെ ട്യൂട്ടോറിയൽ ഞാൻ കാണിച്ചു തരുന്നത് റിയാക്ട് ഫോം സബ്മിറ്റ് ആണ്. അതായത് റെസ്റ്റ് API വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു റിയാക്ട് വെബ്സൈറ്റിലുള്ള ഫോം സബ്മിറ്റ് ചെയ്യാൻ നോക്കാം. ഞാനിവിടെ ബാക്ക് എൻഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് PHP ആണ്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു HTML കൺവേർഷൻ ചെയ്തിരുന്നു, HTML to റിയാക്ട്. ആ സെയിം വെബ്സൈറ്റിലുള്ള ഒരു കോൺടാക്ട് ഫോം ഉണ്ട്. ഈ ഫോമാണ് ഞാൻ എക്സാമ്പിൾ ആയിട്ടാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. എൻ്റെ മുന്നത്തെ ക്ലാസ് കണ്ടില്ലാത്തവർ തീർച്ചയായും അത് പോയി കാണണം, എങ്കിലും നിങ്ങൾക്ക് മറ്റേ ഈ HTML to റിയാക്ട് കൺവേർഷൻ എല്ലാം അറിയുള്ളൂ. അതുപോലെ പേജ് ഉണ്ടാക്കല്, അങ്ങനെ ഉള്ള കാര്യങ്ങൾ, റിയാക്ടിനെ കുറിച്ച് ബേസിക് ഐഡിയ ഇല്ലാത്തവർ എൻ്റെ ആദ്യ ട്യൂട്ടോറിയൽ മുതൽ കണ്ടുവരണം. ഇതാണ് നമ്മൾ കോൺടാക്ട് ഫോം. അപ്പോൾ ഫസ്റ്റ് വേണ്ടത് നമുക്ക് ഈ കോൺടാക്ട് ഫോം സബ്മിറ്റ് ചെയ്യാൻ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണം. അതായത് ഡീഫാൾട്ടായിട്ട് റിയാക്ടിൽ ഫോം സബ്മിഷൻ നടക്കില്ല. നമുക്ക് റെസ്റ്റ് API ചെയ്യണമെങ്കിൽ ആക്സിയംസ് എന്നുള്ളൊരു പാക്കേജ് ഉണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് ഞാൻ എൻ്റെ പ്രൊജക്റ്റ് ഫോൾഡറിലേക്ക് നാവിഗേറ്റ് ചെയ്യാണ്. ഇതാണ് പ്രൊജക്റ്റ് ഫോൾഡർ. റിയാക്ട് ആക്സിയംസ് എന്നുള്ളൊരു പാക്കേജ് ഉണ്ട്. ഈ ആക്സിയം വെച്ചിട്ടാണ് നമ്മൾ ഫോം എല്ലാം സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് അതിൻ്റെ കമാൻഡ്, npm install axios --save. ഇത് കൊടുത്ത പാക്കേജ് ഇൻസ്റ്റാളേഷൻ ചെയ്യാം. ഇതിനൊരു 2-3 മിനിറ്റ് എടുക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് പോസ് ചെയ്തിടുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ആക്സിയോസ് പാക്കേജ് ഇൻസ്റ്റാൾ ആയി. ഇനി വേണ്ടത് നമുക്ക് ആ ഫോമിൻ്റെ പേജിലേക്ക് നാവിഗേറ്റ് ചെയ്യണം. contacts.js ആണ്. ഇതുപോലെ സൈറ്റ് വർക്കിംഗ് ആണ്. നമുക്കത് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ആക്സിയോസ് ഫ്രം ആക്സിയോസ്. നമുക്ക് സേവ് ചെയ്ത് നോക്കാം, അത് പാക്കേജ് ഇൻസ്റ്റാൾ ആയിരുന്നു. ഓക്കെ, അപ്പോൾ പാക്കേജ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ കോണ്ടാക്ട് പേജിൽ ഫംഗ്ഷനാണ് ഉപയോഗിച്ചത്, അത് നമുക്ക് ക്ലാസ് ആക്കി ചേഞ്ച് ചെയ്യാം. ക്ലാസ് കോണ്ടാക്ട്, നമുക്ക് എക്സ്റ്റെൻസ് കോമ്പണന്റ് ക്ലാസ്സിൽ എക്സ്റ്റെൻഡ് കൊടുക്കാം. അപ്പോൾ നമ്മൾ കോമ്പണന്റ് ക്ലാസ് കാൾ ചെയ്യുമ്പോൾ അത് ഇവിടെ റിയാക്ടിൽ നിന്ന് ക്ലാസ് ഇമ്പോർട്ട് ചെയ്യണം. അതുപോലെ ഫംഗ്ഷൻ നെയിം ഡിലീറ്റ്. നമുക്ക് നോക്കാം അത് ഓക്കെ ആണോ. ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ചേഞ്ചസ് വരുത്താണ്ട്, നമുക്കൊരു കോഡ് എഴുതണമല്ലോ, അതിനു വേണ്ടിയിട്ടാണ് ക്ലാസ് ഉപയോഗിക്കുന്നത്. അതിന് നമുക്ക് റെൻഡർ എന്നുള്ള ഇതിൻ്റെ ഉള്ളിലാണ് HTML കൊടുക്കേണ്ടത്. അപ്പോൾ റെൻഡർ കൊടുക്കുക, ഓപ്പൺ ചെയ്യുക, ലാസ്റ്റ് ക്ലോസ് ചെയ്യണം. ഓക്കെ, റെഡി. പിന്നെ വേണ്ടത്, ഇപ്പോൾ നമ്മൾ ക്ലാസ് ഉപയോഗിച്ചു, ആക്സിയംസ് എല്ലാം ഇമ്പോർട്ടായി. ഇനി വേണ്ടത് നമ്മൾ ഫോമിൽ പോവുക. ഫോമിൽ ഇവിടെ ജസ്റ്റ് ഡീഫോൾട്ട് വാല്യൂസ് ഉണ്ട്, വാല്യൂസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നെയിം, ഇമെയിൽ, വെബ്സൈറ്റിൽ നിന്നുള്ള മാറ്റി നമുക്ക് ഫോൺ കൊടുക്കാം. ഫോണിലുള്ള വേരിയബിൾ കൊടുക്കാം. സോറി, ഇവിടെ ടൈപ്പ് ടെക്സ്റ്റ് തന്നെയാണ്.
ഓക്കെ, നമ്മൾ HTML ഫോം റെഡിയാണ്. ഇനി നമുക്ക് ഇത് ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിലുള്ള വാല്യൂ എല്ലാം ക്യാച്ച് ചെയ്ത ശേഷം നമുക്ക് URL വഴി REST API വഴി PHP പേജിലേക്ക് സബ്മിറ്റ് ചെയ്യണം. പേജിൽ റിസീവ് ചെയ്ത ശേഷം നമുക്ക് വേണമെങ്കിൽ ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ ഡാറ്റാബേസിലേക്ക് സേവ് ചെയ്യാം. ഞാനിവിടെ ഇമെയിൽ അയക്കാനുള്ള എക്സാമ്പിളാണ് കാണിച്ചിരുന്നത്. നിങ്ങൾക്ക് ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യേണ്ടതാണെങ്കിൽ ജസ്റ്റ് MySQL കണക്ട് കൊടുത്ത് ഡാറ്റാബേസിലേക്ക് ഇൻസെർട്ട് ചെയ്താൽ മതി. പിന്നെ അടുത്ത സ്റ്റെപ്പായി ചെയ്യേണ്ടത് നമ്മൾ സ്റ്റേറ്റ് ഇനിഷ്യലൈസ് ചെയ്യണം. അതായത് കൺസ്ട്രക്ടർ വെച്ച് പ്രോസസ് കൊടുക്കുക. അതുപോലെ ലിസ്റ്റ് സ്റ്റേറ്റ്സ്, നമുക്ക് കോണ്ടാക്ട്സ് ഫോമിൽ നെയിം ഉണ്ട്, ഇമെയിൽ ഉണ്ട്, ഫോൺ ഉണ്ട്, കമന്റ് ഉണ്ട്. ഈ 4 ഫീൽഡാണ് ഇവിടെ ഉള്ളത് ഈ കോണ്ടാക്ട്സ് ഫോമിൽ. അത് നമ്മൾ ജസ്റ്റ് ബ്ലാങ്ക് വെച്ച് കൊടുത്തു ഇനിഷ്യൽ സ്റ്റേറ്റിൽ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ ഫോമിലുള്ള ഓരോ ഫീൽഡും ചേഞ്ച് ചെയ്യുമ്പോൾ അതെല്ലാം ഇപ്പോൾ നമ്മൾ നെയിം എന്നുള്ള ചേഞ്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്താൽ ഫോൺ ചേഞ്ച് ആ ഇവന്റിൽ ദിസ് ഡോട്ട് മൈ ഹാൻഡിൽ എന്നുള്ള ഫംഗ്ഷനിലേക്ക് ആ വാല്യൂ പാസ് ചെയ്യണം. ആ ഫംഗ്ഷൻ ഞാൻ എഴുതാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഓരോ ഇൻപുട്ട് ഫീൽഡിൽ ടൈപ്പ് ചെയ്യുമ്പോഴും ആ സ്പോട്ടിൽ വാല്യൂസ് പാസ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ റിയാക്റ്റിൽ ഉപയോഗിക്കാറ്. ഇതാണത് ഓൺ ചേഞ്ച് ഫംഗ്ഷൻ ഞാൻ മുകളിൽ ആഡ് ചെയ്യാണ്. അതായത് മൈ ഹാൻഡിലർ നമ്മൾ ഇവിടെ കൊടുത്തു ഈ ഇൻപുട്ടിൽ. അപ്പോൾ ആ ഫീൽഡിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ മൈ ഹാൻഡിലർ ഇവന്റ് നമ്മൾ 2 വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, നെയിം വാല്യൂ. ഇവന്റ് ഡോട്ട് ടാർഗറ്റ് നെയിം, അതായത് ആ ഫീൽഡിന്റെ നെയിമും സ്റ്റോറിയും വാല്യൂവും സ്റ്റോറി. അതായത് ഇപ്പോൾ നെയിമിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നെയിം വാല്യൂ സ്റ്റോറിയും ടൈപ്പ് ചെയ്ത വാല്യൂ. അതായത് ഫോണിലാണ് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഫോണിന് സേവ് ചെയ്യും, അതുപോലെ വാല്യൂസും ഈ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യും. എന്നിട്ട് ദിസ് ഡോട്ട് സെറ്റ് സ്റ്റേറ്റ് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റേറ്റ്. ഇതിൽ ഇപ്പോൾ നമ്മൾ ഇൻപുട്ട് ഫീൽഡ് നെയിം ആണെങ്കിൽ ഇവിടെ അതിന്റെ വാല്യൂ മാറും, സ്റ്റോർ ചെയ്യും, ജസ്റ്റ് സ്റ്റോർ ചെയ്യും ഒരു അറേറ്റ്. അതുപോലെ ഫോൺ ആണെങ്കിൽ അത് സ്റ്റോർ ചെയ്യും. പിന്നെ ഇപ്പോൾ നമ്മൾ വാല്യൂസ് എല്ലാം വേരിയബിളിലേക്ക് സേവ് ചെയ്യാനുള്ളത് ചെയ്തു ഫംഗ്ഷൻ. ഇനി വേണ്ടി നമുക്ക് സബ്മിറ്റ് ചെയ്യാണ്. ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സബ്മിറ്റ് ചെയ്യണം. അതിനൊരു ഫംഗ്ഷൻ എഴുതണം. അതിനിങ്ങനെ ഫംഗ്ഷൻ എഴുതുക. ഓൺ ക്ലിക്ക് വെച്ചിട്ട് ബട്ടൺ ക്ലിക്ക് ആണെങ്കിൽ ദിസ് ഡോട്ട് ഹാൻഡിൽ സബ്മിറ്റ് ഫംഗ്ഷൻ അങ്ങനെ ഹാൻഡിൽ ഫോം സബ്മിറ്റ് ഉള്ള ഫംഗ്ഷൻ എന്ന് വിളിച്ചിട്ട്. അപ്പം നമുക്ക് ആ ഫംഗ്ഷൻ ഇവിടെ എഴുതിയിട്ട് അതിൻ്റെ ഉള്ളിലെല്ലാം കോഡ് എഴുതണം. ആ ഓൺ സബ്മിറ്റിലുള്ള ഫംഗ്ഷൻ ഇതാണ്. അതിലേക്ക് നമ്മൾ ഫസ്റ്റ് ആ ഫംഗ്ഷൻ്റെ ഉള്ളിലൊരു എറർ ഉണ്ടെങ്കിൽ ജസ്റ്റ് എറർ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. എറർ മെസ്സേജും നമ്മൾ ബ്ലാങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ 4 വേരിയബിൾ, ഈ സ്റ്റേറ്റിലുള്ള 4 വേരിയബിൾ ദിസ് ഡോട്ട് സ്റ്റേറ്റ്, ഈ സ്റ്റേറ്റിലുള്ള 4 വേരിയബിളിന്റെ വാല്യൂസ് നമ്മൾ ഈ ഓരോ വേരിയബിൾക്ക് ലെറ്റ് കൊടുത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്ത് അസൈൻ ചെയ്യും. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യും. നെയിം ബ്ലാങ്ക് ആണെങ്കിൽ ഈ ഒരു മെസ്സേജ് കൊടുക്കുക, എറർ മെസ്സേജ്. അതുപോലെ എറർ 0 ഉള്ളത് നമ്മൾ 1 ആയി കൊടുക്കും. അതുപോലെ ഓരോന്നും ചെക്ക് ചെയ്യും, മാൻഡറ്ററി ഫീൽഡ് എല്ലാം. അത് കഴിഞ്ഞിട്ട് എറർ ഉണ്ടെങ്കിൽ ആ എറർ നമ്മൾ അലേർട്ട് ചെയ്യും, ഇല്ലെങ്കിൽ റിട്ടേൺ ഫാൾസ് അലേർട്ട് ചെയ്ത് അവിടെ സ്റ്റോപ്പ് ചെയ്യും. നമുക്കതൊന്ന് നോക്കാം, റൺ ചെയ്ത് നോക്കാം. ഈ ഫോമിൽ ഞാൻ ഒരു വാല്യൂ കൊടുക്കാതെ ജസ്റ്റ് സബ്മിറ്റ് ചെയ്യാണ്. കണ്ടോ, എൻ്റെ ഇത് നെയിമിങ് പറഞ്ഞു, ഞാൻ 1 മാത്രം കൊടുത്ത് നോക്കാം. കണ്ടോ, ഈ വാല്യൂസ് കൊടുക്കാൻ പറയുകയാണ്. ഓക്കെ, അത്രയാണ് അതുവരെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പ്രിവെന്റ്
ഡിഫോൾട്ട് സാധാരണ ജാവാസ്ക്രിപ്റ്റിൽ കൊടുക്കാറുണ്ട്. മൾട്ടിപ്പിൾ നമ്മൾ ചിലപ്പോൾ ഒരു പ്രാവശ്യം ക്ലിക്കിംഗ് ഇങ്ങനെ റിപ്പീറ്റ് ആയി വരും, അത് പ്രിവെന്റ് ചെയ്യാനാണ് അത് കൊടുക്കുന്നത്. പിന്നെ ഇതാണ് ഫോമിന്റെ വാല്യൂ റെസ്റ്റ് API പോസ്റ്റ് ചെയ്യാനുള്ള ആക്സിസിലുള്ള സിൻടാക്സ്. ഇങ്ങനെ ആക്സിസ് അതിൻ്റെ ഉള്ളിൽ മെത്തേഡ് പോസ്റ്റ്, പിന്നെ നമ്മള് PHP ഫയലിന്റെ URL, അതുപോലെ ഹെഡർ കണ്ടന്റ് ടൈപ്പ് ആപ്ലിക്കേഷൻ JS എന്ന് കൊടുത്തു. പിന്നെ ഡാറ്റ ദിസ് ഡോട്ട് സ്റ്റേറ്റ്, അതായത് ഈ സ്റ്റേറ്റിലുള്ള എല്ലാ ഡാറ്റ അറേ ആയിട്ട് പാസ് ചെയ്യും. അത് നമുക്ക് PHP ഫയലിന്റെ ലൊക്കേഷൻ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഇവിടെയാണ് PHP ഫയൽ ഉള്ളത്. ഞാൻ ഇവിടെ ഒരു PHP ഫോൾഡറിന്റെ ഉള്ളിൽ email.php എന്നൊരു ഫയലില് കോഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ആ PHP ഫയലിൽ ഇതാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഹെഡർ കൊടുക്കണം. ഒറിജിൻ ഹെഡർ നമ്മളിപ്പോ ഏത് സെർവറിന് വരേണ്ട രീതിയിലാണ് കൊടുക്കുന്നത്. സ്റ്റാർ നമുക്ക് പ്രത്യേക സെർവറിനാണെങ്കിൽ ആ ഡൊമൈൻ്റെ നെയിം കൊടുക്കാം. അതുപോലെ ഇങ്ങനെ അല്ല കണ്ടന്റ് മെത്തേഡ്സ് ഗെറ്റ് വിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ റെസ്റ്റ് API ചെയ്യുമ്പോൾ എന്തായാലും കൊടുക്കണം ഹെഡേഴ്സ്. പിന്നെ പോസ്റ്റ് ഡാറ്റ ഫയൽ ഗെറ്റ് കണ്ടന്റ്, അതായത് നമ്മൾ ഇവിടെ പോസ്റ്റ് ചെയ്ത വാല്യൂ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് PHPയിലുള്ള ഫംഗ്ഷൻ കൊടുത്ത്, പിന്നെ എല്ലാ അറയിലുള്ള എല്ലാ വാല്യൂ ഇപ്പോൾ JSON ആയിട്ട് പാസ് ചെയ്ത് JSON ഡീകോഡ് ചെയ്തിട്ട് ഒരു വേരിയബിൾ കിട്ടും. പിന്നെ ഇങ്ങനെ എല്ലാ വാല്യൂസും ഓരോ വേരിയബിൾക്ക് റിക്വസ്റ്റ് എടുത്തു. പിന്നെ ഞാൻ ഇവിടെ ഇമെയിലാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഇമെയിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളിത് PHP ഫയൽ സെർവറിൽ ഇട്ടാലേ വർക്ക് ചെയ്യുള്ളൂ. ഇമെയിൽ സെൻഡ് ചെയ്ത് പിന്നെ നെയിം എന്നുള്ളത് ജസ്റ്റ് ഇങ്ങോട്ട് ഔട്ട്പുട്ടായി പാസ് ചെയ്യാണ്. ഇത് വർക്ക് ചെയ്താൽ റിസൾട്ടിൽ ഞാൻ അലേർട്ട് ജസ്റ്റ് കൊടുത്ത് സക്സസ് വി വിൽ കോണ്ടാക്ട് യു സൂൺ കൊടുത്ത്. ഇനി എന്തായാലും എറർ ഉണ്ടെങ്കിൽ എറർ ക്യാച്ച് ചെയ്യാനുള്ള ഫംഗ്ഷനാണ്. നമുക്കൊന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കാം. കണ്ട സബ്മിറ്റ് വർക്ക് ചെയ്ത് മെസ്സേജ് കിട്ടി. ഇനി നമ്മൾ PHPയിൽ ഇതിപ്പോൾ ഞാൻ ഇമെയിൽ അയക്കാനുള്ള കോഡായിരുന്നു. നിങ്ങളിപ്പോൾ ഈ ഡാറ്റാബേസിലേക്ക് വാല്യൂസ് സേവ് ചെയ്യുകയാണെങ്കിൽ ആ ജസ്റ്റ് MySQL കണക്ഷൻ കൊടുക്കുക, ഇൻസേർട്ട് എന്നുള്ള ഇത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക. റിയാക്റ്റിൽ ഫോം സബ്മിറ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു തേർഡ് പാർട്ടി പാക്കേജ് ഏതെങ്കിലും യൂസ് ചെയ്യണം. ഞാൻ ഇവിടെ ആക്സിയൻസ് എന്നുള്ള പാക്കേജാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ശേഷം ഇമ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ സ്റ്റേറ്റ് അറേ ഡിസ്പ്ലേ ചെയ്യണം. നമ്മൾ ഓരോ വാല്യൂസും ക്യാച്ച് ചെയ്തെടുത്തിട്ട് സ്റ്റേറ്റിൽ കൊടുക്കണം. അതുപോലെ നമ്മൾ ഇവിടെ ഓൺ ചേഞ്ചിൽ ഫംഗ്ഷൻ കൊടുത്തിട്ട് എല്ലാ വാല്യൂസും നമ്മൾ ക്യാച്ച് ചെയ്ത് സ്റ്റേറ്റിക്ക് കൊടുക്കണം. അതുപോലെ പിന്നെ അടുത്തതുള്ളത് സബ്മിറ്റിനൊരു ഫംഗ്ഷൻ കൊടുക്കുക. അതിനെ ആ ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ ഓൾറെഡി ഉള്ള സ്റ്റേറ്റിലുള്ള വേരിയബിൾസ് ഇങ്ങോട്ട് എടുത്തിട്ട് ഇത് ജസ്റ്റ് നമ്മൾ മാൻഡറ്ററി ഫീൽഡ്സിൽ വാല്യൂ ബ്ലാങ്ക് ആണെന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇത് ഇത്രയും കൊടുത്താൽ മതി. പിന്നെ ആക്ഷൻസിൽ ഇതാണ് റെസ്റ്റ് APIന്റെ സിൻടാക്സ്. മെത്തേഡ് കൊടുക്കണം. നമ്മൾ PHP ഫയൽ എവിടെയുള്ള വെച്ചാൽ ആ പാത്ത്. ഇനിയിപ്പോൾ നിങ്ങൾ സെർവറിൽ നിങ്ങളുടെ സൈറ്റിലാണെങ്കിൽ ആ .com എന്നുള്ളത് കൊടുത്താൽ മതി. ഹെഡേഴ്സ് കൊടുക്കുക, JS എന്നുള്ള ഡാറ്റ നമ്മൾ സ്റ്റേറ്റിൽ ഓൾറെഡി കാൾ ചെയ്തിട്ടുള്ള അറേ പാസ് ചെയ്താണ്. ഇത്രയേ ഉള്ളത്. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.